കോതമംഗലം മാതിരപ്പള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവമായ മാതിരപ്പള്ളി വിനായക ചതുർത്ഥി മഹോത്സവം സെപ്റ്റംബർ 7-ന് സമാപിക്കും. വിവിധങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ സമ്പന്നമാക്കി ആചരിക്കുന്ന ഉത്സവ സമാപന ദിനത്തിൽ 1008 നാളികേരത്തിന്റെ സർവൈശ്വര്യ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തും. ഉത്സവ സമാപന ദിവസമായ സെപ്റ്റംബർ 7-ന് മാതിരപ്പള്ളി വിനായക ചതുർത്ഥി ദിനത്തിൽ 1008 നാളികേരത്തിന്റെ സർവൈശ്വര്യ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. തുടർന്ന് നടക്കുന്ന ഗണേശ സംഗീതാരാധനയ്ക്ക് പ്രശസ്ത സംഗീതാചാര്യ രാജലക്ഷ്മി അശോകൻ ഭദ്രദീപം തെളിയിക്കും. പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ സംഗീതാർച്ചന നടത്തും. മഹാഗണപതി ഹോമ ദീപാരാധനയ്ക്ക് ശേഷം അതിശ്രേഷ്ഠമായ പ്രത്യേക ഗണപതി പൂജയും ആനയൂട്ടും നടത്തും. ഗജരത്നൻ പാറന്നൂർ നന്ദൻ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ശ്രീ മഹാഗണപതിയുടെ പിറന്നാൾ സദ്യയായ മഹാപ്രസാദ ഊട്ടും ഉണ്ടാകും. വൈകിട്ട് സമ്പൂർണ്ണ നെയ്വിളക്ക് ദീപാരാധനയും മൂടപ്പ സേവയും പുഷ്പാഭിഷേകവും ത്രികാല പൂജ ദീപാരാധനയും നടക്കും. സമൂഹ നന്മയെ മുൻനിർത്തി ദേശത്തിനും ദേശവാസികൾക്കും ഉന്നമനത്തിനായിട്ടാണ് മാതിരപ്പള്ളി വിനായക ചതുർത്ഥി മഹോത്സവത്തിന്റെ എല്ലാ പൂജകളും ചടങ്ങുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആഘോഷങ്ങൾക്ക് അതീതമായി ആചാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടന്നു പോകുന്നത്. അത് വളരെ ഏറെ ചൈതന്യവർദ്ധനവിന് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാവുന്നതാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി, ആഘോഷ സമിതി കൺവീനർ ഹരിചന്ദ്രൻ നായർ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രശാന്ത് ഐക്കര, രതീഷ് ടി വി, ദാസ് ടി എസ്, അജിത് ജയരാജ്, വിഷ്ണു വേലായുധൻ, ദേവസ്വം പ്രതിനിധി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്നദാനം എന്നുള്ളത്. ഈ അന്നദാനം നമ്മൾ കൊടുക്കുന്നത് ശ്രീ മഹാഗണപതിയുടെ ഒരു പിറന്നാൾ സദ്യയായിട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആറന്മുള വള്ളസദ്യക്ക് ശേഷം അതായത് 21 കൂട്ടം വിഭവങ്ങളോട് കൂടിയിട്ടുള്ളൊരു പ്രസാദ ഊട്ട്, അതൊരു അന്നദാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാതിരപ്പള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വർഷങ്ങളായിട്ട് ഇലയിട്ട് വിളമ്പി സദ്യയായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഒരു അതിയായ ഒരു തിരക്ക് മൂലം പെട്ടെന്ന് കഴിച്ചിട്ട് പോകാന്നുള്ളത് നമ്മൾ വേറെ സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,